അത് അവർ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ സംസാരിക്കുന്നത്. നിനക്കെന്നാ ആരോ നിന്ന് സംസാരിക്കുന്നു. അതാണ് ഈ രണ്ടാൾക്കാർ അവിടെ ഇരുന്ന് നമ്മുടെ ഗേറ്റിൻ്റെ മുമ്പിൽ. ഒരാളെ ഗേറ്റിൻ്റെ അവിടെ നിർത്തിക്കൂല കേട്ടോ. എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവൻ എവിടെ ഇരുന്നാലും ഉറങ്ങിയിരുന്നാലും അതേ ഗേറ്റിൻ്റെ അവിടെ അപ്പുറത്തവരിരുന്ന് സംസാരിക്കുന്നത്. അത് സമ്മതിക്കുന്നില്ല. ഗേറ്റിൻ്റെ അവിടെ നിൽക്കരുതെന്നാണ് പറയുന്നത്. ആണ് അവരവിടെ നിന്ന് സംസാരിക്കട്ടെ. നിനക്കെന്നാ? ബാ പൊന്നു ബാ, അവിടെ നിന്ന് സംസാരിക്കട്ടെ. ഒച്ചെടുക്കല്ലേ. ആള് നോക്കണേ അവൻ്റെ മുഖത്ത്. ബാ പൊന്നിങ്ങ് വാ. അവരപ്പുറത്തവരാ അവിടെ നിന്ന് സംസാരിക്കട്ടെ. ബാ പൊന്നു വന്നേ. ഒരാളെ വെറുതെ വിടത്തില്ല. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരാൾ നിൽക്കാൻ അവൻ അനുവദിക്കൂല കേട്ടോ. നീ അവിടെ കാത്തുകുത്തിയിരിക്കേണ്ട. ആ കൊച്ചിൻ്റെ അച്ഛനാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അവർ കൂട്ടുകാരിരുന്ന് സംസാരിക്കുന്നത്. നിനക്കെന്നാടാ? ഗേറ്റിൻ്റെ അവിടെ പുറത്തല്ലേ നിൽക്കുന്നത്, റോഡിലല്ലേ നിൽക്കുന്നത്. നമ്മുടെ ഗേറ്റിൻ്റെ അകത്തല്ലല്ലോ. വാ, നിൽക്കാൻ അനുവദിക്കുന്നില്ല. ബാ പൊന്നു വന്നേ. ഭിക്ഷക്കാരനെ പോലെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ നീ. ഇനി അവർ പോയല്ലാതെ അവന് നിവർത്തി വരില്ല, അല്ലാതെ അവന് സമാധാനം വരില്ല. ബാ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇന്നത്തെ ഒരു വെറൈറ്റി ഫുഡാണ്. വെറൈറ്റി ഫുഡെന്ന് പറയുമ്പോൾ മോന് വെള്ളച്ചോറ് രാവിലെ തന്നെ വേവിച്ച് വെച്ചു കേട്ടോ. വേവിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എപ്പോഴും ചിക്കനും മീനൊക്കെയാണ്. പക്ഷെ ഇന്ന് ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ, മോൾക്ക് നല്ല പനിയും തൊണ്ടവേദനയും. അപ്പോൾ അവൾക്ക് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ കഴിക്കാൻ. കഞ്ഞി മതി എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോന് വെള്ളച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന് ഞാനൊരു ആപ്പിളും പഴവും തൈര് കൂടെ ഇട്ട് അവനിന്ന് കൊടുക്കും കേട്ടോ. പിന്നെ രാവിലെ റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ റൊട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതിൻ്റെ കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അതുകൊണ്ട് നമ്മൾ മലയാളി കടയിൽ നിന്ന് മേടിച്ച കുത്തരിയാണേ. അതങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം കഞ്ഞി രാത്രി ഉച്ചക്കൊക്കെ വച്ചു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ വച്ചു. രാത്രി ചിലപ്പോൾ വെക്കാറുണ്ട് ചെറുപയറും കഞ്ഞിയൊക്കെ. അപ്പോൾ ഇവർക്ക് ഈ കുത്തരിയുടെ അരി അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇതുപോലെ പനിയൊക്കെ വരുമ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ചാക്ക് ഒരു 10 കിലോ മേടിച്ചിട്ടുണ്ട്. അത് വച്ചു കഴിഞ്ഞാലും പുഴു പിടിക്കത്തില്ലേ. അപ്പോൾ അത് ഈ കഴുകി വെച്ചേക്കുന്നത്. ഇനി ഒരു 2 ചൂട് വെള്ളത്തിലും കൂടെ ഇട്ടിട്ട് കഴുകി, ഒരു ഇത്തിരി ചൂട് വെള്ളത്തിലും കൂടെ കഴുകിയിട്ട് ഈ കുക്കറിലിട്ട് ഒരു കഞ്ഞിയും ഇന്ന് പപ്പടം ഉലർത്താൻ വേണ്ടി കേട്ടോ. അന്ന് മലയാളി കടയിൽ നിന്ന് മേടിച്ച ഉള്ളിയാണ്. കുറച്ച് ഉള്ളി ഇരിക്കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി വെള്ളത്തിൽ ഇട്ടത് പൊളിച്ച് വെക്കാനാണ്. പൊളിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ നല്ല ഉള്ളിയിട്ട് ഇനി ഉള്ളിയിട്ട് ഞാൻ പപ്പടം ഉലർത്തും കേട്ടോ. അച്ചാറൊക്കെ ഉണ്ട്, അത് മതി. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഈ ആഴ്ച തന്നെ ഞാനൊന്ന് മലയാളിക്കടയിൽ പോടെ കൂർക്ക വന്നിട്ടുണ്ടാവും. അപ്പോൾ കൂർക്ക മേടിക്കാം. മക്കൾക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴും ഉള്ളി മേടിച്ചുകൊണ്ട് വരും ഞാൻ. കുറച്ച് ഉള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 3 കിലോ ഉള്ളിയോളം മേടിച്ചതാണ് കേട്ടോ. 3 കിലോ ഉള്ളി മേടിച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഉള്ളി കേട്ടോ. അതും തണുപ്പായതിൻ്റെ ഒരു ചീത്തായിരിക്കണം. ചൂടൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അഴുകി പുഴുക്കും കേട്ടോ. തണുപ്പായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇനിയൊരു എപ്പോഴെപ്പോഴും മലയാളി കടയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 2 കിലോയും കൂടെ മേടിച്ചുകൊണ്ട് വരും. ഇത്തിരി കൂർക്ക ഒരു 2 കിലോ മേടിക്കും. അപ്പോൾ അരിയൊക്കെ ഉണ്ട്, കുത്തരിയൊക്കെ. അപ്പോൾ ഇന്ന് മോൾക്ക് പനിയുണ്ട്. എല്ലാവർക്കും അങ്ങോട്ട് കഞ്ഞിയാക്കി കളയാം. രാത്രി റൊട്ടിയും ഈ രാവിലത്തെ റൊട്ടി ബാക്കി ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ കുത്തരി ചോറ് എൻ്റെ സ്കൂബി മോൻ കഴിക്കൂല കേട്ടോ. അവന് ഈ വെള്ളരി ചോറ് തന്നെ വേണം എൻ്റെ പെറ്റിന്. അപ്പോൾ അവന് ചോറ് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച് ചോറും. അവന് റൊട്ടിയും ഇഷ്ടമാണ് കേട്ടോ. റൊട്ടി രാത്രിയൊക്കെ കൊടുത്താൽ കഴിച്ചോളും. അപ്പോൾ ചോറും അവന് തൈരും ഒരാപ്പിളും പഴവും കൂടെ ഞാൻ മിക്സിയിലിട്ട് അരച്ചിപ്പോൾ കൊടുക്കും. അപ്പോൾ ഈ കഞ്ഞിയും ഇന്ന് പപ്പടം ഉലർത്തിയതും അച്ചാറൊക്കെയാണ് ഇന്ന് നമ്മുടെ വെറൈറ്റി ഫുഡ്. അപ്പോൾ അരിയൊക്കെ താഴേന്ന് എടുത്തുകൊണ്ടൊന്ന് വച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആർക്ക് ചോറ് വേണ്ട. അന്ന് ഇന്ന് തൃപ്തിയില്ല, ആർക്കൊരു ടേസ്റ്റ് ഇല്ല. നല്ല തണുപ്പ്. അപ്പോൾ ഇത്തിരി കഞ്ഞി കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലാറ്റിലായിട്ടോ ചാക്കരി കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ ചാക്കിലെ അരി ഈ ബോക്സിൽ കൊള്ളാത്തതുണ്ട്. നമ്മൾ ഒരു 5 കിലോ 10 കിലോയുടെ ഡപ്പയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴേന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഇവിടെ നിന്ന് ഒരാഴ്ചത്തേക്ക് ഇരിക്കും. പിന്നെയും തീരുമ്പോൾ താഴേന്ന് എടുത്തുകൊണ്ട് ഒരു ചാക്കിൽ നിന്ന് അങ്ങനെ കേട്ടോ. അരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞു കഞ്ഞി മതി. നമ്മുടെ ഹസ്ബൻഡും പറഞ്ഞു നല്ല തണുപ്പ്, കഞ്ഞി മതി എന്നൊക്കെ. എന്നാൽ ശരി. മോൾക്ക് ഒരു തൊണ്ടവേദന, ഇന്നലെ പനിയും നല്ല ഇവൻ്റൊക്കെ കഴിഞ്ഞ് വന്ന് 3-4 ദിവസം ഇവൻ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ
ഞാൻ താഴത്തെ ഫ്ലാറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതായിട്ടോ അരി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ഡപ്പയിൽ നിറച്ച് വെക്കും. പിന്നെയും തീരുമ്പോൾ ചെന്ന് എടുക്കും. കാരണം ഈ നമ്മുടെ 10-50 കിലോ ചാക്കൊന്നും ഈ ബോക്സിൻ്റെ അകത്ത് കൊള്ളൂല കേട്ടോ. അപ്പോൾ ഈ 10 കിലോയുടെ ബോക്സാണ് കൊള്ളാവുന്നത്. അപ്പോൾ അത് ഇതിൽ കൊണ്ടുവന്ന് അടച്ച് വെക്കും. ഇങ്ങനെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഫുഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുത്തരി ചീത്തയവേ ഇല്ല. കഞ്ഞിയും പപ്പടമൊക്കെ ഉലത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഈ തണുപ്പത്ത് കേട്ടോ. അരി ഒന്ന് ഞാൻ കഴുകി കേട്ടോ. 3-4 ഇതിൽ കഴുകിയെങ്കിലും ഒന്ന് ചൂട് വെള്ളത്തിലും കൂടെ ഇട്ട് കഴുകണം. കഴുകിയിട്ട് ഒന്ന് അപ്പോൾ അതാണ് കഞ്ഞിയുടെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. കാരണം എന്നും ചിക്കനും ഒക്കെ സബ്ജിയൊക്കെ ആയാലും ഒരു വെറൈറ്റിയൊക്കെ വേണ്ട. ഈ തണുപ്പത്ത് ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും പനിയും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനേ ഉള്ളി എന്തിനാ ഇട്ടക്കണം എന്നായിരിക്കും വെള്ളത്തിലേട്ടത്. ഉള്ളി അരിഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഒരു 2 വെള്ളത്തിൽ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഞാനൊരു ഡപ്പയിലാക്കി വെക്കും. അപ്പോൾ ഈ നമ്മളെന്തെങ്കിലുമൊക്കെ ഉലത്തുന്ന സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയം ജോലിക്ക് പോകുമ്പോഴേ നാളെയൊക്കെ തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇങ്ങനെ ഇടും കേട്ടോ. വെള്ളത്തിൽ ഇട്ടിട്ട് പൊളിച്ച് വെക്കുക. അപ്പോൾ വെള്ളത്തിൽ ഇടുമ്പോൾ എന്താണെന്നറിയാമോ, പെട്ടെന്ന് തൊലി പോയി കിട്ടും. രണ്ടാമത് കണ്ണെരിയത്തില്ല. അത് കഴിഞ്ഞ് 2 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളൊരു ഒരു ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളുത്തുള്ളിയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ആണാവോ വരവ്? ടൈം പിടിക്കോ? ഇനി എപ്പോഴാണാവോ വരവ്? മുടി വെട്ടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ വന്നോണം പറഞ്ഞത്. ആ, എവിടെ ആയിരുന്നാലും ആ ബൈക്കിൻ്റെ ചാവിയൊക്കെ സൂക്ഷിക്കും. കേരളസ് ഇത്തിരി കൂടുതലാണ് നിനക്ക്. മുടി വെട്ടാൻ പോകുന്നു. പൊന്നിനും മുടി വെട്ടണോ? ചേട്ടൻ മുടി വെട്ടാൻ പോയാ? വന്നോട് ബാ. പൊന്നോ, ചേട്ടൻ വന്നാ? ഓ ചേട്ടൻ വന്നി. ചേട്ടൻ മോക്കെ കുളിക്കട്ടെ എന്നിട്ട് ഇരിക്കാം. ബാ. ഓ കിടന്നു പോയടാ. ചേച്ചോ പാവ. ചേട്ടന് ബാത്റൂമിൽ പോടാ, കുളിക്കണം. തണുപ്പാണ്, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്ക്. ഇവിടെ തണുപ്പാണെങ്കിലും ജോലിയിൽ നിന്ന് വന്നാലും കുളിക്കും. ഓഫീസിൽ നിന്ന് വന്നാലും എല്ലാവരും എത്ര പാതിരാത്രി 12 മണിയായാലും ചൂടുവെള്ളത്തിൽ കുളിക്കും. ഒന്നും വലിയ പ്രശ്നമല്ല ഇവിടെ. എൻ്റെ പൊന്നെ, എന്നെ വിളിക്കണോ നീ? പൊന്നിന് തടവണോ? എന്താണ്? ചേച്ചിക്ക് തടവി കൊടുക്കട്ടെ. അവിടെ കിടന്നോ കേട്ടാ. ചേച്ചിയുടെ അടുത്ത് കിടന്നോ മോൻ. ചേച്ചിയുടെ അടുത്ത് കിടന്ന് പനി പിടിക്കല്ലേ. പൊന്നി ചേച്ചിയുടെ അടുത്ത് കിടന്നോ അവിടെ. പനി പിടിക്കാൻ നിൽക്കരുത് കേട്ടോ. അവിടെ കിടന്നോ. അവൾക്ക് ഒന്ന് തല തടവി കൊടുക്ക്. ഭയങ്കര തലവേദന. പാരസെറ്റമോൾ കഴിക്കാം. ചേട്ടൻ തടവി കൊടുക്കും. തടവി കൊടുക്കും. പൊന്നാ ചേച്ചി ഒന്നൊന്നും ശല്യപ്പെടുത്തല്ലേ, പനിയാണ് അവൾക്ക്. ഒരു കുഞ്ഞു പൂച്ച കിടന്നിട്ട് കരയുന്നു. അതിനെ കാണാനില്ലേ. അതാണ് ഈ നോക്കുന്ന ഫ്രണ്ട്സ്. ഇത് കണ്ടോ? ഞങ്ങൾ തുണി വിരിക്കാൻ വന്ന കേട്ടോ. രാവിലെ 9:30 മണിയായപ്പോഴേ തുണികൾ വിരിച്ചു. അല്ലെങ്കിൽ ഉണങ്ങി കിട്ടത്തില്ല. വേണ്ട കുറേ തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ വിരിക്കാൻ വന്നു. ചെടികൾക്ക് വെള്ളം ഒഴിക്കണം. അതിൻ്റെ കൂടെ വന്നതായിട്ടോ. അതേ നോക്കുന്നു. ഇവിടെ വാ. നമ്മൾ രാവിലെ കൊണ്ടുവന്ന് വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണങ്ങി കിട്ടുകയൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് വിരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൾക്ക് പാല് കൊടുക്കാം പൂച്ചയ്ക്ക്. കാണാനില്ല. അവളിങ്ങോട്ട് വലിയ മതിൽ ചാടൂല പൊന്നു. വാ. അതെ, പൂച്ചയെ നോക്കണം. 4 വശം. അത് ചെറിയ പൂച്ച, അതിങ്ങനെ വരൂല. അത് അപ്പുറത്തുനിന്ന് എങ്ങാണ്ടോ പ്രസവിച്ചിട്ട് വന്നതാണ്. നമ്മുടെ വലിയ മതിലല്ലേ മോനു, വരൂല അവള്. ബാ. അല്ലേ പൊക്കോ. പിന്നെ വരാം നമുക്ക്. പൂച്ചയില്ല അവിടെ. തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു മമ്മി. ആ പൂച്ചയാണ് നോക്കണത്. ചെറിയ പൂച്ച. ആ പൂച്ചയെ നോക്കുന്ന കേട്ടോ. ഇല്ല പൊന്നാ, കുഞ്ഞു പൂച്ച. അത് അപ്പുറത്തവരുടെ പൂച്ചയാണ്. അത് മതിലയാടി വരൂല. അത് കുഞ്ഞു പൂച്ചയാണ്.
ഡ്രസ്സ് ഇടാൻ നിന്നവനാ, പൂച്ചയുടെ സൗണ്ട് കേട്ടുകൊണ്ട് വന്നതാ. ബാ ദേ ഡ്രസ്സ് പൊന്നിൻ്റെ ഡ്രസ്സ് ദേ മമ്മി വെച്ചുകൊണ്ടിരിക്കുന്നത്. ബാ ഇട്ടേരാ ദേ ഇട്ടേരാ. ബാ ഇട്ടേരാ. ബാ ഒരു പാടാ ഇട്ടിട്ടടാ ഡ്രസ്സ്. കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തു, ഇന്ന് കുടിപ്പിച്ചിട്ടില്ല കേട്ടോ. തുടച്ചൊക്കെ എടുത്തു. ദേ ഉടുപ്പൊക്കെ ഇട്ട് എല്ലാം ഇട്ട് സുന്ദരനായിരിക്കുന്ന തണുപ്പ് നല്ല. കണ്ടോ പൂച്ചക്കുഞ്ഞിനെ? അവളവിടെ നിൽക്കണുണ്ടല്ലേ. ദേ നിൽക്കുന്നത് ദേ കുഞ്ഞ്. പാല് കൊടുക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. വിളിച്ചേ പോന്നെ. ആയ് മ്യാവ് ആയ്. എവിടെ അവളവിടെ നിന്ന് വിശന്ന് 2 ദിവസമായി കരയുന്നു. വിളിച്ചാൽ അവിടെ നിന്ന് വരുന്നുമില്ല. അവർ വെള്ളം കോരി ഒഴിക്കുന്നത്. ഇങ്ങോട്ട് വാ പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വരണവുമില്ല. വിളിച്ചു 2 ദിവസമായി അതിവിടെ. മമ്മി സത്യത്തില് വിളിച്ചു പാവ. ഞാൻ ഭക്ഷണം കൊണ്ടുവരുമ്പോ ഇവിടെ പാല് വെച്ചേക്കണ പാവം. കുറേ ദിവസമായത് വിശന്ന്. ഉണ്ടോ ആദ്യം ഇട്ട് ഇത് നനച്ച് കൂട്ടിക്കൊണ്ടുവന്ന്, അതുകൊണ്ട് ദേ രണ്ടാമത് പിന്നെ ഇടാൻ പോകുന്നു കേട്ടോ. അവിടെ ഇരുന്നേ ഇട്ട് തരട്ടെ മാമ. കണ്ടോ പൂച്ചയെ നോക്കാൻ പോയത് നനച്ച് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് വേറെ മാറ്റി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ആ പൂച്ചയ്ക്ക് പാല് കൊണ്ടുവന്ന് അവിടെ വച്ചിട്ടുണ്ട്. 2 ദിവസമായി അത് അപ്പുറത്തേക്ക് നമ്മുടെ ഇവിടേക്ക് വരുന്നില്ല വിളിച്ചിട്ട്. ഒരു കുഞ്ഞു പൂച്ചയുണ്ട്, അതിന് പാല് കൊണ്ടുവന്ന് പുറത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ. അപ്പോൾ എല്ലാം കൂടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.